വലിയൊരു വീടിനു മുന്നിലാണ് ജീവന്റെ ജീപ്പ് വന്നു നിന്നത്. കോളിംഗ് ബെല്ലടിച്ച് അധിക നേരം ആവാതെ തന്നെ ഡോർ തുറന്ന് കയ്യിലൊരു ഊന്നുവടി പിടിച്ചുകൊണ്ട് ഒരാൾ പുറത്തേക്ക് വന്നു. മിസ്റ്റർ അലക്സ് റൈറ്റ്? ജീവൻ അയാളോട് ചോദിച്ചു. അതെ, അയാൾ മറുപടി നൽകി. ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ ജീവൻ അഗസ്റ്റിൻ. ഒരു കേസിന്റെ ഭാഗമായി ഒരാളെക്കുറിച്ച് അറിയണമായിരുന്നു. വരൂ, അകത്തിരിക്കാം. അലക്സ് ജീവനെ അകത്തേക്ക് ക്ഷണിച്ചു. കയ്യിലുണ്ടായിരുന്ന ഫയലിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് അലക്സിനെ കാണിച്ചുകൊണ്ട് ജീവൻ ചോദിച്ചു. നിക്സൺ ജോസഫ്, അതാണ് ഇയാളുടെ പേര്. ഇയാളെ അലക്സ് അറിയുമോ? അലക്സ് അറിയില്ല എന്ന രീതിയിൽ തലയാട്ടി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് അലക്സ്? ഫോട്ടോയിലൊന്ന് നോക്കിയിട്ടെങ്കിലും പറ അറിയുമോ എന്ന്. അലക്സ് അതിന് മറുപടി നൽകിയില്ല. കാല് നഷ്ടപ്പെട്ട ഒരു ആർമി ഓഫീസർ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരെ വന്നത്. പോലീസ് അന്വേഷിക്കുന്ന ഒരു കുറ്റവാളിയാണ് താങ്കളുടെ മിത്രം നിക്സൺ ജോസഫ്. അയാളെക്കുറിച്ച് പറയാൻ ഉദ്ദേശമില്ലെങ്കിൽ വേറെ പല വഴികളും ഞങ്ങൾക്ക് നോക്കേണ്ടി വരും. അത് താങ്കൾക്കതത്ര നല്ലതായിരിക്കില്ല. ജീവൻ ഒരു താക്കീതോടെ അലക്സിനോട് പറഞ്ഞു. നിക്സൺ കുറ്റവാളിയോ? അതിന് നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? രേഖാചിത്ര വിദഗ്ധൻ വരച്ചു തന്നൊരു ചിത്രമോ? അലക്സ് ഒരു പുച്ഛത്തോടെ ജീവനോട് ചോദിച്ചു. അലക്സ് തുടർന്നു. ജീവൻ പ്രേതത്തെ കണ്ടിട്ടുണ്ടോ? ജീവൻ അലക്സ് പറഞ്ഞത് മനസ്സിലാവാത്ത രീതിയിൽ ആംഗ്യം കാണിച്ചു. നിക്സൺ ജോസഫ് ഏലിയാസ് ഗോസ്റ്റ്. അയാളൊരു പ്രേതത്തെ പോലെയാണ് ജീവൻ. നിഴലുപോലെ ശത്രുക്കളെ അവർ പോലും അറിയാതെ പിന്തുടർന്ന് തെളിവുകളൊന്നുപോലും അവശേഷിപ്പിക്കാതെ വകവരുത്തുന്നതിൽ അപാരമായ കഴിവാണ് അയാൾക്ക്. കാശ്മീരിൽ തീവ്രവാദികൾക്ക് നേരെ അയാൾ നടത്തിയ ഓപ്പറേഷന് ശേഷം അയാൾക്ക് ഗോസ്റ്റ് എന്ന വെളിപ്പേര് ലഭിക്കുകയായിരുന്നു. 9 വർഷങ്ങൾക്ക് മുമ്പ് ദ ഫിയർലെസ് ക്യാമ്പിലേക്ക് അയാൾ വരുമ്പോൾ. വെയിറ്റ്, എന്താണ് ഈ ദ ഫിയർലെസ്? ജീവൻ ഇടയ്ക്ക് കയറി ചോദിച്ചു. മറൈൻ കമാൻഡോ ഫോഴ്സിന്റെ മറ്റൊരു പേരാണ്. കൂടാതെ ഞങ്ങളുടെ മോട്ടോയും അതാണ്. കയ്യിൽ പച്ച കുത്തിയിരിക്കുന്ന ഒരു മുതലയുടെ ചിത്രവും എഴുത്തും കാണിച്ചുകൊണ്ട് അലക്സ് ജീവനോട് പറഞ്ഞു. അപ്പോൾ അതാണ് മുതലയും ദ ഫിയർലെസ് എന്ന വാക്കും. അതുപോലെ നിങ്ങൾക്ക് താടി വെക്കാമോ? ഇന്ത്യൻ മിലിറ്ററിയിൽ താടി വെക്കാൻ അനുവാദമുള്ളത് മറൈൻ കമാൻഡോസിന് മാത്രമാണ്. ഓക്കെ, ഇപ്പം എല്ലാം വ്യക്തമായി. ബാക്കി പറയൂ. 9 വർഷങ്ങൾക്ക് മുൻപ് അയാൾ ക്യാമ്പിലേക്ക് വരുമ്പോൾ തന്നെ അയാൾ വളരെ പരുക്കൻ സ്വഭാവക്കാരനാണ്. അധികം ആരോടും മിണ്ടാത്ത പ്രകൃതം. എപ്പോഴും എന്തെങ്കിലും പുസ്തകങ്ങൾ വായിക്കുന്നത് കാണാം. എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ വളരെ ഗൗരവത്തോടെ മറുപടി പറയുന്ന സ്വഭാവക്കാരൻ. ശത്രുക്കളെ വകവരുത്തിയ ശേഷം അവരുടെ ദേഹത്ത് അയാളുടെ പേര് കത്തി കൊണ്ട് വരയ്ക്കുമായിരുന്നു. വളരെ വിചിത്രമായ ഈ സ്വഭാവം കാരണം അധികം ആരും അയാളോട് അടുക്കാറില്ല. ക്യാമ്പിൽ എൻ്റെ കട്ടിലിൻ്റെ മുകളിലായിരുന്നു നിക്സൺ കിടന്നിരുന്നത്. അതുകൊണ്ടാണോ എന്തോ അറിയില്ല, എന്നെ നല്ല കാര്യമായിരുന്നു അയാൾക്ക്. എനിക്ക് തിരിച്ചും. ആലീസുമായുള്ള കല്യാണത്തിന് ശേഷം നിക്സണിൽ വളരെയധികം മാറ്റം കണ്ടിരുന്നു. മുൻപ് വീട്ടിലേക്ക് ഫോൺ പോലും ചെയ്യാത്ത നിക്സൺ ഒഴിവു സമയങ്ങളിൽ ആലീസുമായി ഒരുപാട് നേരം സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അയാളെ നല്ലൊരു മനുഷ്യനാക്കിയത് ആലീസാണ്. അതിനുശേഷം ക്യാമ്പിലെ മറ്റുള്ളവരോടൊക്കെ വളരെ നല്ല രീതിയിലാണ് അയാൾ പെരുമാറിയിരുന്നത്. പക്ഷേ വിധി എന്നൊന്നുണ്ടല്ലോ ജീവൻ. കല്യാണം കഴിഞ്ഞ് 6 മാസം ആവുന്നതിന് മുൻപേ ആലിസ് കൊല്ലപ്പെട്ടു. ആ സംഭവം അയാളുടെ താളം തെറ്റിച്ചു. ആർമിയിൽ നിന്ന് VRS എടുത്തതിന് ശേഷം ആലിസിന്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് അയാൾ പലതവണ പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങി. പക്ഷേ ആലിസിന്റെ കൊലയാളികളെ കണ്ടെത്തുന്നതിൽ തെളിവുകളുടെ അഭാവം സ്പാനർ ഷിബുവിന് ഗുണമായി. കോടതിയിൽ നിന്ന് നിയമത്തിന്റെ ഇളവ് പറ്റി ഷിബു ഇറങ്ങി പോകുമ്പോൾ കരഞ്ഞുകൊണ്ടൊരു കൊച്ചിനെ പോലെ നിക്സൺ എൻ്റെ ചുമലിൽ ചാഞ്ഞത് ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല ജീവൻ. നിക്സൺ അയാളുടെ ഭാര്യയുടെ ഘാതകരുടെ പിന്നാലെയാണ് ജീവൻ. നിക്സൺ ഒരാളെ വകവരുത്തണമെന്ന് കരുതിയാൽ ദൈവത്തിന് പോലും അയാളെ രക്ഷിക്കാൻ പറ്റില്ല ജീവൻ. അദൃശ്യനായ ഒരു പ്രേതത്തെ പോലെയാണ് അയാൾ. ഇപ്പോൾ കൺമുന്നിൽ പ്രത്യക്ഷപ്പെടും എന്നാർക്കും പറയാൻ പറ്റില്ല. താടി വടിച്ചു കളഞ്ഞതിനു ശേഷം കണ്ണാടിയിൽ അയാൾ മുഖം വീണ്ടും നോക്കി.
അല്ലെങ്കിലും താടി നിൽക്കുന്നൊരു ഭംഗിയുമില്ല. ആലീസിന്റെ ശബ്ദം അയാളുടെ ചെവിയിൽ വീണ്ടും വീണ്ടും അടിച്ചു. അയാളുടെ മുഖം പ്രതികാരം കൊണ്ട് ജ്വലിച്ചു നിന്നു. ആ സമയം ചങ്ങലയുടെ അറ്റത്തായി കത്തി പോലെ തോന്നിക്കുന്ന ആയുധം കയ്യിലെടുത്ത് അയാൾ പുറത്തേക്ക് നടന്നു. അന്ന് രാത്രി ബ്ലൂ മൗണ്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മതിലിനോരത്തായി നിക്സന്റെ കാർ വന്നു നിന്നു. കാറിൽ നിന്നിറങ്ങി അയാൾ കമ്പനി ഗേറ്റിലേക്ക് കടന്നു. സോറി, കമ്പനി സമയം കഴിഞ്ഞിരിക്കുന്നു. ഗേറ്റിന്റെ മുന്നിലുണ്ടായിരുന്ന സെക്യൂരിറ്റി അയാളെ അകത്തേക്ക് കടത്തിവിടാൻ മടിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, ഒരു ബിസിനസ് സംസാരിക്കാൻ എനിക്ക് മിസ്റ്റർ തരകനെ ഒന്ന് കാണണമായിരുന്നു, നിക്സൺ സെക്യൂരിറ്റിയോട് പറഞ്ഞു. ചെയർമാൻ സാറിനെ കാണുവാനാണോ? അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടോ? ഇല്ല. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ. അത്രയും പറഞ്ഞുകൊണ്ട് സെക്യൂരിറ്റി ഇന്റർകോമിലൂടെ ആരെയോ വിളിച്ചു. അതിനുശേഷം ഗേറ്റ് തുറന്നുകൊടുത്ത് വിസിറ്റർ പാസ് നിക്സന് കൊടുത്ത് അകത്തേക്ക് കടത്തിവിട്ടു. കമ്പനിയുടെ പ്രവൃത്തി സമയം കഴിഞ്ഞതുകൊണ്ട് ചെയർമാൻ തരകനെ കൂടാതെ വേറെ ആരുമില്ലായിരുന്നു. നിക്സൺ തരകന്റെ മുറിയുടെ ചില്ലിട്ട ഡോറിൽ പതിയെ 2 തവണ മുട്ടി. യെസ്, കമിൻ. തരകൻ നിക്സനെ അകത്തേക്ക് ക്ഷണിച്ചു. ഹസ്തദാനം നൽകിയ ശേഷം കസേര കാണിച്ചുകൊണ്ട് ഇരിക്കാൻ പറഞ്ഞു തരകൻ. യെസ് മിസ്റ്റർ നിക്സൺ. യെസ് മിസ്റ്റർ നിക്സൺ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? മിസ്റ്റർ തരകൻ, ഞാനൊരു ബിസിനസ്മാനാണ്. അറിയാലോ, നമ്മുടെ നാട്ടിൽ മാറി മാറി വരുന്ന ടാക്സ് പോളിസീസ് പ്രോഫിറ്റിന്റെ നല്ലൊരു ഭാഗം ടാക്സ് ആയിട്ട് കൊടുക്കേണ്ട അവസ്ഥയാണ്. സോ അതിനൊരു സൊല്യൂഷനാണ് ആവശ്യം. ആഹാ, മിസ്റ്റർ നിക്സൺ, നിങ്ങൾ ശരിയായ സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അടയ്ക്കാനാവുന്ന ടാക്സ് തുക നിങ്ങൾ പറയൂ. ആ തുകയ്ക്ക് ഞങ്ങൾ ഉണ്ടാക്കി തരും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. നിങ്ങളെ വിശ്വസിക്കാമോ? തീർച്ചയായും വിശ്വസിക്കാം. ഫൈനാൻസ് കൺസൾട്ടിങ്ങിന്റെ കാര്യത്തിൽ ഞങ്ങളെ കഴിഞ്ഞിട്ട് വേറെ ആരുമുള്ളൂ ഈ മാർക്കറ്റിൽ. അതറിയാം. ഡമ്മി ഇൻവോയ്സസ്, ഡമ്മി വൗച്ചേഴ്സ്, ഡമ്മി ലെഡ്ജേഴ്സ്, ഡമ്മി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അറിയാം, കേട്ടിട്ടുണ്ട്. നിക്സൺ കുറച്ച് ഗൗരവത്തോടെ തരകനോട് പറഞ്ഞു. ആരാണ് നിങ്ങൾ? ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാം? തരകൻ നിക്സന്റെ മറുപടിയിൽ എന്തോ പന്തികേട് തോന്നി ഒരു സംശയത്തോടെ ചോദിച്ചു. ആ ചോദ്യത്തിന് നിക്സൺ ഒന്ന് ചിരിച്ചതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. നിങ്ങളോടാണ് ചോദിച്ചത്. ആരാണ് നിങ്ങൾ? ഇൻകം ടാക്സ്, സെയിൽസ് ടാക്സ്, CAG ഓർ ഫ്രം എനി കമ്മീഷൻ? തരകന്റെ ശബ്ദത്തിൽ അല്പം ഭയവും ദേഷ്യവും ഉണ്ടായിരുന്നു. ഇതൊന്നുമല്ല. അവരൊക്കെ വന്നാലും അവരെ എങ്ങനെ നേരിടണം എന്നറിയാലോ തരകന്. നിക്സൺ ചിരിച്ചുകൊണ്ട് തന്നെ തരകന് മറുപടി നൽകി. ഇതൊന്നുമല്ലെങ്കിൽ നീ പിന്നെ ആരാടാ? നിക്സന്റെ കഴുത്തിൽ കയറി പിടിച്ചുകൊണ്ട് തരകൻ ചോദിച്ചു. നിക്സൺ തരകന്റെ കൈകൾ ഈസിയായി തട്ടിമാറ്റി. ഞാൻ ആരെന്നറിയണം. അപ്പോൾ പറയാം. പക്ഷെ അതിനു മുൻപേ ഞാൻ പറയുന്ന ഒരു കഥ നിങ്ങൾ കേൾക്കണം. നിനക്ക് എന്താടാ, ഭ്രാന്താണോ? നീ ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയോടോ? വന്നിരിക്കുന്ന ഒരുത്തൻ കഥ പറയാൻ. മര്യാദയ്ക്കിറങ്ങി പൊക്കോ ഇവിടുന്ന്. ചൂടാവാതെ തരകൻ. തരകൻ എൻ്റെ കഥ കേൾക്കും. തരകന് കേട്ടേ പറ്റൂ എൻ്റെ കഥ. നിന്നോട് മര്യാദയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലടോ. തരകൻ വീണ്ടും നിക്സന്റെ കോളറിൽ കയറി പിടിച്ചു. നിക്സൺ പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോൺ എടുത്ത് ഒരു ചിത്രം തരകനെ കാണിച്ചു. തരകൻ യാന്ത്രികമായി നിക്സന്റെ കോളറിൽ നിന്ന് കൈകളെടുത്തു. ജാൻസി? തരകൻ ഫോട്ടോയിൽ നോക്കി ഒരു സംശയത്തോടെ ചോദിച്ചു. തരകന്റെ ഭാര്യയുടെ കൈകൾ കെട്ടി വായ മാസ്കിംഗ് ടേപ്പ് കൊണ്ട് അടച്ചുവെച്ച ഫോട്ടോ ആയിരുന്നു അത്. എസ് തരകൻ, പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന എൻ്റെ കാറിൻ്റെ അകത്തുണ്ട്. പിന്നെ അവളുടെ കഴുത്തിൽ ഘടിപ്പിച്ച ഈ ബോംബ് കണ്ടോ? നിന്റെ കണ്ണുകൾ പോലെ ഡമ്മിയല്ല, ഒറിജിനൽ C4. ഒരു ഫോൺ കോൾ. പിന്നെ നിക്സൺ ഭയത്തോടെ നിൽക്കുന്ന തരകനെ നോക്കി പൊട്ടിച്ചിരിച്ചു. ഭാര്യയുടെ സ്നേഹമുള്ള ഭർത്താവ് ഇപ്പം എന്ത് ചെയ്യും? കഥ കേൾക്കാൻ കൂട്ടാക്കുമോ അതോ? നിക്സൺ തരകനോട് ചോദിച്ചു. പ്ലീസ്, അവളെ ഒന്നും ചെയ്യരുത്. പറയൂ, എന്താണ് നിങ്ങളുടെ ആവശ്യം? പണം?
പറയൂ, എത്ര വേണം? പ്ലീസ്, അവളൊന്നും ചെയ്യരുത്. തരകൻ വളരെ ദയനീയമായി നിക്സനോട് പറഞ്ഞു. ഹമ്മോ, അത്രയ്ക്കും ഇഷ്ടമാണോ ഭാര്യയെ? അത്രയ്ക്ക് സ്നേഹമാണോ ഭാര്യയോട്? കൊള്ളാം, നല്ല ഭർത്താവ്. ഭർത്താക്കന്മാർ ഇങ്ങനെ തന്നെ വേണം. നിക്സൺ പൊട്ടിച്ചിരിച്ചുകൊണ്ട് തരകനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. അവളെ വെറുതെ വിടൂ പ്ലീസ്. ഓഹോ, അപ്പൊ നിനക്ക് കെഞ്ചാനും അറിയാം അല്ലേടോ തരകൻ ഫ്രാൻസിസ്, CS MBA BCom. തരകന്റെ മേശപ്പുറത്തെ നെയിം ബോർഡ് കയ്യിലെടുത്തുകൊണ്ട് നിക്സൺ ചോദിച്ചു. പ്ലീസ്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. അവളൊന്നും ചെയ്യരുത്. അവളെ വെറുതെ വിടൂ. എന്താണ് നിങ്ങളുടെ ആവശ്യം? ഞാൻ ചെയ്തു തരാം. അതിനി എന്തായാലും പ്ലീസ് ജാൻസിയെ വെറുതെ വിടൂ. അവളൊരു പാവമാണ്. ഓക്കെ, അവളെ വെറുതെ വിടാം. പക്ഷെ എൻ്റെ കഥ തരകൻ കേൾക്കണം. അതല്ലാതെ വേറെ ഒരു ഓപ്ഷനും തരകനില്ല. സാധാരണ ഈ കഥ പറച്ചിൽ എനിക്കും ഇഷ്ടമല്ല. പക്ഷെ ഈ കഥ തരകൻ കേൾക്കണം. കേൾക്കാം, നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കാം. അവളെ വെറുതെ വിടൂ പ്ലീസ്, തരകൻ നിക്സണോട് യാചിച്ചു. ശരി, എന്നാൽ കഥ കേൾക്കൂ. ഒരിക്കലൊരിടത്തൊരു ചെന്നായ ഉണ്ടായിരുന്നു. രക്തം കണ്ട് അറപ്പുമാറിയ ഇരയെ വേട്ടയാടി കൊല്ലുന്നതിൽ ആനന്ദം കണ്ടിരുന്ന ഒരു ചെന്നായ. അങ്ങനെയിരിക്കെയാണ് ഈ ചെന്നായ ഒരു മാൻകുട്ടിയെ പരിചയപ്പെടുന്നത്. ഇപ്പൊ തോന്നും, ചെന്നായ്ക്ക് എങ്ങനെ മാൻകുട്ടിയെ ഇഷ്ടപ്പെടാനാവുമെന്ന്. പക്ഷെ ഈ കഥയിലെ ചെന്നായ്ക്ക് ആ മാൻകുട്ടിയോട് അത്രയ്ക്ക് സ്നേഹമായിരുന്നു. തരകന് ജാൻസിയോടുള്ളതിൻ്റെ 100 മടങ്ങ്. അല്ല അല്ല മാൻകുട്ടിയോടുള്ള ഇഷ്ടം ഒരു അളവുകോല് വെച്ചാലും അളക്കാൻ പറ്റാത്ത അത്രയ്ക്ക് സ്നേഹമായിരുന്നു. പക്ഷേ അധികം ആ ചെന്നായ്ക്ക് ആ മാൻകുട്ടിയെ സ്നേഹിക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്നറിയോ തരകൻ? അറിയോ? ചില വേട്ടപ്പട്ടികൾ ചെന്നായയുടെ അഭാവത്തിൽ അവളെ നിഷ്കരുണം വകവരുത്തി. നിക്സൺ ഒന്ന് നിർത്തിയതിനു ശേഷം തുടർന്നു. സപ്പോസ് തരകന്റെ അഭാവത്തിൽ ജാൻസിയെ ഞാൻ കൊന്നു എന്ന് കരുതുക. തരകൻ എന്ത് ചെയ്യും പിന്നെ? കൊല്ലും, തേടി വന്നു കൊല്ലും നിന്നെ. തരകന്റെ കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിച്ചിരുന്നു അത് പറയുമ്പോൾ. യെസ്, ചെന്നായ പിന്നെ ചെയ്തതും അതായിരുന്നു. തിരഞ്ഞു പിടിച്ച് വകവരുത്തി ആ വേട്ടപ്പട്ടികളെ. ഇനി വേട്ടപ്പട്ടികൾക്ക് ഇറച്ചി കഷ്ണങ്ങൾ ഇട്ടുകൊടുത്തവനെ തിരയുകയാണ് ആ ചെന്നായ. കൃത്യമായി പറഞ്ഞാൽ ആ ചെന്നായ ഇപ്പോൾ തരകന്റെ മുന്നിലുണ്ട്. അപ്പോൾ തരകൻ ആരാണ് ഈ കഥയിൽ? വേട്ടപ്പട്ടിയോ അതോ വേട്ടപ്പട്ടികൾക്ക് ഇറച്ചി കഷ്ണം ഇട്ടുകൊടുത്തവനോ? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലാവില്ല. നഷ്ടപ്പെടലിന്റെ വേദന നിനക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഈ കഥ വീണ്ടും പറയാം. ഇതൊരു റിവെഞ്ച് സ്റ്റോറിയാണ് തകരൻ. ക്ലൈമാക്സ് ഞാൻ എഴുതി വെച്ച ഒരു റിവെഞ്ച് സ്റ്റോറി.